എൻ്റെ പേര് വന്ദന. ഞാൻ വയനാട് റിപ്പൺ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് വരുന്നത്. അതിന് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയും ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. ഹസ്ബൻഡിന് ആദ്യം ഉണ്ടായിരുന്ന ജോലി ഞങ്ങൾ തന്നെ റിസൈൻ ചെയ്യാം, കുറച്ചും കൂടെ ഒരു കരിയർ ഗ്രോത്ത് കിട്ടുന്ന നല്ലൊരു ജോലി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഇൻ്റർവ്യൂസിനൊക്കെ പോയി. പക്ഷേ ഒന്നും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം കയ്യിൽ നിന്ന് പോകും, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഏപ്രിൽ 21, 2023 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് നിയോഗമായിട്ട് ഹസ്ബൻഡിൻ്റെ ജോലി വെച്ചു. 3 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് മുമ്പത്തെക്കാട്ടിലും നല്ല ഒരു ഫീൽഡിൽ നല്ല പോസ്റ്റിൽ തന്നെ ജോലി ലഭിച്ചു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളിലോട്ടാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പള്ളിയിൽ പോകാനായിട്ട്. വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകാൻ പോകുന്ന രീതിയിൽ ഒരു സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കണേ എന്നുള്ളത്. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്. മാതാവിന് ഞാൻ ഒരു പള്ളി ചോദിച്ചപ്പം മാതാവ് എനിക്ക് 2 പള്ളിയാണ് തന്നത്. അങ്ങനെ എനിക്ക് സ്ഥലം മേടിക്കാനായിട്ട് സാധിച്ചു. ആ സ്ഥലത്തിനടുത്തായിട്ട് 2 പള്ളിയാണ്, 2ഉം നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അതിലൊന്ന് മാതാവിൻ്റെ പള്ളിയാണ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് വിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വയനാട്ടിലത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് ഡള്ളാണ്. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഒരു ക്ലയൻറ്റ് വന്ന് ഞങ്ങളുടെ സ്ഥലം മേടിച്ചു. അതും നല്ല വിലയ്ക്ക് തന്നെ മേടിച്ചു. അതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ 4മത്തെ സാക്ഷ്യം, എൻ്റെ മദറിൻലോയ്ക്ക് പെട്ടെന്ന് യൂട്രസ് ഇറങ്ങി വരുന്ന ഒരു അസുഖം വന്നു. അപ്പം സർജറി ചെയ്യേണ്ട അവസ്ഥയായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആൾക്കാണെങ്കിൽ സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ സർജറി ചെയ്യേണ്ട അവസ്ഥ വരരുത്, അല്ലാതെ തന്നെ മാതാവ് അമ്മയുടെ ആ രോഗം മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ആ സ്കാനിങ്ങിൽ അങ്ങനെ ഒരു അസുഖമേ കാണുന്നില്ല. പിന്നെ ഇതുവരെയും അങ്ങനെ വന്നിട്ടുമില്ല. അങ്ങനെ മാതാവ് പൂർണ്ണമായിട്ടും സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ വെച്ചിരുന്ന ഒരു സാക്ഷ്യം എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും. അങ്ങനെ കൂടുതൽ ദൈവസ്നേഹത്തോടെ വളരാനും എല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പം. പിന്നെ ഒരു തെറ്റ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എന്നോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പം ഞാൻ ശരി പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല, ഞാനതങ്ങ് വിട്ടു, അത്രയേ ഉള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നോട് ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയാതെ തന്നെ ഇപ്പം നമുക്ക് തോന്നും ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്, അവർ പോലും പറയാതെ നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എൻ്റെ അനീത്തിയുടെ കാര്യമാണ്. അനീത്തി പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ചുമ്മാ അവൾക്ക് വേണ്ടി എന്നാൽ പിന്നെ ഒരു നിയോഗം അവൾക്ക് വേണ്ടി, കുഞ്ഞിന് വേണ്ടി കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു നിയോഗം അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. നെക്സ്റ്റ് മന്ത് സ്കാനിങ്ങിന് പോയപ്പം അവർ പറഞ്ഞു പിന്നെ ഇത് ഫിറ്റസ് കാണുന്ന പോലും ഇല്ല, നിഴൽ പോലും കാണാനില്ല അവിടെ എന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സങ്കടമായി ആൾക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപടി അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരയുന്ന പോലെയൊക്കെ ആയി. പക്ഷേ അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യമാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവ് കാത്തോളും. മാതാവ് തന്ന കുഞ്ഞാണെങ്കിൽ അതിനെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് നിൻ്റെ കൈ തരും എന്ന് പറഞ്ഞു. ഇപ്പം ആ പ്രഗ്നൻസി 9 മാസമായി. പിന്നെ നെക്സ്റ്റ് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവൾ ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും മാതാവ് ഒരു കുഴപ്പമില്ലാതെ ഈ 9 മാസം വരെ എത്തിച്ചു. ഇനിയും അവളുടെ ഡെലിവറി വരെ ഒരു പ്രശ്നമില്ലാണ്ട് എത്തിക്കുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഇവിടെ നിന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നോൺ ക്രിസ്ത്യൻസിനായിരുന്നു ഞാൻ കൂടുതലും കൊടുത്തിരുന്നത്. കാരണം അവരാണല്ലോ കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ അവർക്കായിരുന്നു കൂടുതൽ കൊടുത്തിരുന്നത്. അതും ഓരോ വചനം ഓരോ പേപ്പറിൽ എഴുതിയിട്ടായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ അനാഥാലയങ്ങളിൽ സന്ദർശിക്കാനും ഓൾഡ് ഏജ് ഹോംസ് വിസിറ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടും സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താങ്കൾ വെച്ച നിയോഗങ്ങൾ നടന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയിൽ, അത് ഏത് സാക്ഷ്യം വിലയിരുത്തുമ്പോഴും ഏറ്റവും അവസാനം അവർ ചെന്നെത്തുന്ന കുറേ സെൻറ്റൻസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടിയുടെ ലക്ഷ്യം ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തും. ഉടമ്പടിയുടെ ലക്ഷ്യം ഒരിക്കലും ഈ ഭൗതികമായ നേട്ടങ്ങളല്ല, ഒരുപക്ഷെ ഒരു ജയമോ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമോ ഒരു കച്ചവടമോ അതൊന്നും ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളല്ല. അത് ഉടമ്പടിയുടെ ഒരു മാർഗം മാത്രമാണ്. ഒരു പക്ഷേ ദൈവത്തെങ്കിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള നിയോഗങ്ങളാണ് അവയെല്ലാം. അത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോഴും ദൈവം തന്നെ ചുറ്റിപ്പറ്റുന്നിരുന്ന വലിയൊരു ജനസമൂഹത്തിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അപ്പവും മീനുമൊക്കെ നൽകി അവർക്ക് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് തൻ്റെ വചന പ്രഘോഷണത്തിൻ്റെ വലിയ അനശ്വരമായത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയെ നമ്മൾക്കിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോഴും ലോകത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവ് കണക്കിലെടുക്കുകയും പക്ഷേ അതിനേക്കാളും അപ്പുറം നീ ദൈവത്തെങ്കിലേക്ക് അടുക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലൊരു കാര്യം പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ ഒരാൾ പറയുമ്പം അത് വളരെ ഗൗരവമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കും എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഇതിനൊക്കെ ഒരു ഉത്തരം കൊടുക്കുമെന്നുള്ളൊരു ബലത്തിലേക്കാണ് ഓരോ ഉടമ്പടി എടുത്തവരും കൊണ്ടുചെന്ന് നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബലി മുടക്കാതിരുന്നിട്ടും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടും ബൈബിൾ വായിച്ചിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭിച്ചതായിട്ട് പ്രത്യേകിച്ച് നമുക്ക് വലിയ അറിവും ബോധ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴും സെക്കൻഡറി ആയിട്ട് മാറ്റപ്പെടുന്നൊരു സമയത്താണ് ഉടമ്പടിയിൽ ഒരു വ്യക്തി ഇത് ചെയ്യാനായിട്ട് തീക്ഷ്ണതയോടെ ചെയ്ത് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ദൈവം തന്നെ അത് കൺഫേം ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ സാക്ഷ്യങ്ങളിൽ വരുന്നത്. അത് നിയോഗം മനസ്സിൽ തോന്നുന്നതും വെക്കുമ്പോഴും അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് ഒരു വിഷയമായിട്ട് മാറും, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആ വിഷയമായിട്ട് മാറുമ്പോൾ ദൈവ അനുഭവം തന്നെ, നേരെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് നൽകിയ ഈ വിശ്വാസത്തിൻ്റെ ആ ഒരു ബോധ്യത്തിനും ഒപ്പം ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.